ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രീമി വൈറ്റ് ചിക്കൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു കടായിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, അല്പം കുരുമുളക്, 4 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിപത്രി, ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസുള്ള സവോള മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം. ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനായിട്ടുള്ള പച്ചമുളകാണ്. 6 പച്ചമുളക് 2ആയി കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഇത് മൂടി വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ചിക്കൻ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. 20 കാഷ്യൂനട്ട് അരച്ചെടുത്തതാണ്. 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. കസൂരി മേത്തി ഒന്ന് ചെറുതായി വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്